തിരുവനന്തപുരം ആമയഴിഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ജെറ്റ് പമ്പുകൾ എത്തിച്ചു. വാട്ടർ ജെറ്റ് കൊണ്ടുള്ള ഫ്ലാഷിംഗ് ഉടൻ ആരംഭിക്കും. ഒന്നാം പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിൽ തടയണ സൃഷ്ടിച്ച ശേഷമാണ് ഫ്ലാഷിംഗ് നടത്തുന്നത്. അതേസമയം കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘം വൈകിട്ടോടെ എത്തും. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, രക്ഷാദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ ഫ്ലഷിംഗിന്റെ പരിപാടികളൊക്കെ ആരംഭിച്ചോ? എങ്ങനെയാണ് കാര്യങ്ങൾ? രക്ഷാപ്രവർത്തനം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം തിരച്ചിൽ ഏകദേശം 150 മീറ്റർ ദൈർഘ്യമുള്ള ടണലിലെ തിരച്ചിലെല്ലാം തന്നെ ഏകദേശം സ്കൂബ ഡൈവിംഗ് സംഘം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വളരെ ശക്തിയുള്ള ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ച് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ മാൻഹോളിൽ നിന്നും അവിടെ തടയണ കെട്ടിയതിനു ശേഷം അതിവേഗത്തിൽ വെള്ളം ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുകയാണ്. അതുവഴി ഈ അഴുക്ക് കൂനയ്ക്ക് എവിടെയെങ്കിലും ആൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും സ്ഥലത്ത് തന്നെയുണ്ട്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 3 മണിയോടുകൂടി നേവിയുടെ സംഘം കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു 6 മണിയോടുകൂടി തന്നെ അവരിവിടെ എത്തിച്ചേരും. 6 മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘമാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ നേവി ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാറില്ല. എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൊഴിലാളികളും അതുപോലെ തന്നെ തീർത്ഥാടകരുമൊക്കെ ടൂറിസ്റ്റുകളുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിയപ്പോഴേക്കും വെള്ളക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിയപ്പോഴേക്കൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ള സംഘാംഗങ്ങളിൽപ്പെട്ട ചിലർ ഉൾപ്പെടെയുള്ള ഒരു 6 സംഘമാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവരെത്തിക്കഴിഞ്ഞാൽ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനും ഒപ്പം നഗരസഭയ്ക്കും എല്ലാം ഉള്ളത്. നിലവിൽ ഈ സ്കൂബ ഡൈവിംഗ് ടീം അത് ഏകദേശം 4 ജില്ലകളിൽ നിന്നുള്ള സംഘമാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തുമായി പരിശോധന നടത്തിയത്. അതിൽ വിദഗ്ധരുണ്ട്. കാരണം ഈ ശബരിമല തീർത്ഥാടന സമയത്തൊക്കെ തന്നെ ആളുകൾ ഒഴുക്കിൽപ്പെടുമ്പോൾ അവരെ രക്ഷിക്കുന്നതിലൊക്കെ തന്നെ വളരെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ഡൈവിംഗ് സംഘമാണ് ഇവിടെ എത്തിയിരുന്നത്. അവരുടെ കഴിവിന്റെ പരമാവധിയുള്ള പരിശ്രമങ്ങൾ നടത്തി. ഇപ്പോഴും അവരുടെ പരിശ്രമം തുടരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം വർഷങ്ങൾ തന്നെ പഴക്കമുള്ള മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അതിനിടയിലൂടെ വേണം ഈ സംഘത്തിന് പരിശോധനയ്ക്കായി ഇറങ്ങേണ്ടത്. നിരവധിയായ തടസ്സങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. പല സ്ഥലങ്ങളിലായി വിവിധ റേഞ്ചുകളായി തിരിച്ചുകൊണ്ടായിരുന്നു അവരുടെ പരിശോധന. അങ്ങനെ 150 മീറ്റർ ദൈർഘ്യം വരുന്ന ആ ടണലിൽ ഏകദേശം അവരുടെ സ്കൂബ സംഘത്തിന്റെ പരിശോധന ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഈ മാലിന്യങ്ങൾക്കടിയിലേക്ക് ആൾ പെട്ടിട്ടുണ്ടെങ്കിൽ ആ മാലിന്യത്തിന്റെ ഇടയിൽ നിന്നും ആളെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഈ ഫ്ലഷിംഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫ്ലഷിംഗ് പ്രക്രിയയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2 ജെറ്റ് പമ്പുകളാണ് ജലവിഭവ വകുപ്പിൻ്റെത് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിൽ വളരെ ശക്തിയോടുകൂടി ഈ ടണലിലേക്ക് വെള്ളം ചീറ്റും. അതിലൂടെ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഇളകി കഴിയുമ്പോഴേക്കും അത് ഒലിച്ചു താഴേക്ക് ഇറങ്ങും. അങ്ങനെ ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ അഗ്നിസേനാ വിഭാഗത്തിലെ ആളുകൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ബിനോയ്, എന്തായാലും 29ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ രക്ഷാദൗത്യം. ഇതുവരെ ജോയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫ്ലഷിംഗ് ആയിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ജെറ്റ് പമ്പുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നാവികസേനയും അവിടെ എത്തും. രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. ബിനോയ്, അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഇടയ്ക്ക് ചെറുതായി ഒന്ന് മഴ പെയ്തു പോയി, എന്നാലും ഒന്ന് ചാറിപ്പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചാറ്റൽ മഴ, ഒരു ചെറിയ ചാറ്റൽ മഴ, അത് 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ആകാശം ചെറിയ തോതിൽ മേഘാവൃതമാണ്. മഴ ഉണ്ടാകും, വൈകുന്നേരത്തോടെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാൽ തന്നെയും ഈ ആളെ കണ്ടെത്തുക എന്നുള്ള ദൗത്യത്തിൽ നിന്നും പിന്മാറാതെ തന്നെ ഇപ്പോഴും ദൗത്യ സംഘാംഗങ്ങൾ അവിടെ തന്നെ തുടരുകയാണ്. കാരണം 100-ലധികം വരുന്ന സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ, ഒപ്പം പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള സംഘാംഗങ്ങളെ എത്തിച്ചുകൊണ്ടാണ് ഉള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നു. മാത്രമല്ല, ഈ നേരത്തെ ഇവർ തന്നെയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് ഇത്തരത്തിൽ വാട്ടർ ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെള്ളത്തിൽ ഒരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മാലിന്യ കൂമ്പാരങ്ങൾ
പോകും അല്ലെങ്കിൽ ഇല്ലാതാകും എന്നൊരു ഉറപ്പാണ് നൽകാൻ കഴിഞ്ഞത്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തിയേറിയ ഈ പമ്പുകൾ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോലിയും ചെയ്യുന്നത് സ്കൂബ ഡൈവിംഗ് സംഘാംഗങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം പുരോഗമിച്ചു വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാൻ, നേവി സംഘം 6 മണിയോടെ എത്തിച്ചേരും. ഈ ടണലിൽ ഉള്ളിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുമായിട്ടാണ് ആറംഗ സംഘം തിരിച്ചിരിക്കുന്നത്. 3 മണിയോടുകൂടിയാണ് അവര് കൊച്ചിയിൽ നിന്ന് തിരിച്ചെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവര് ഈ സ്ഥലത്ത് തങ്ങുന്നുണ്ട്. മാത്രവുമല്ല, രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ആളുകളും സ്ഥലത്തുണ്ട്. ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ്. അതിൽ കൃത്യമായും ഏകോപനത്തിലുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഏകോപനം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വളരെ എടുത്തു പറയത്തക്ക കാര്യം. അത്തരത്തിൽ എല്ലാ മേഖലകളിലും കൃത്യമായ തരത്തിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നു വരുന്നു. ഒപ്പം ഫ്ലഷിങ്ങും പുരോഗമിക്കുന്നു. എന്തായാലും ഈ പ്രക്രിയയിലൂടെയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഉറപ്പാണ്. ഏകദേശം ഈ ആളിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് 35 മണിക്കൂർ സമയമാണ് പിന്നിടുന്നത്. അങ്ങനെ പിന്നിടുമ്പോഴും ഓരോ പ്രത്യേക ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സംഘാംഗങ്ങൾ, ഈ സ്കൂബ ഡൈവിംഗിന്റെയും അഗ്നിശമന സേനയുടെയും സംഘാംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏറെ സമയം വൈകിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി ടണലിനകത്തേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കി എത്രയും വേഗം ആളെ കണ്ടെത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ ഫ്ലഷിംഗ് അത് വിജയപ്രദമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അത് വിജയിച്ചു കഴിഞ്ഞാൽ ആളെ കണ്ടെത്താൻ കഴിയും എന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ഇപ്പോൾ ഇവരെ അഗ്നിശമന സേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘാംഗങ്ങൾ ഈ വെള്ളം ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം റെയിൽവേ സ്റ്റേഷനകത്താണ് ഈ പ്രക്രിയകളെല്ലാം തന്നെ നടക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള പ്ലാറ്റ്ഫോമിനിടയിൽ ഒരുപക്ഷെ ആളെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നേരത്തെ ഉണ്ടായ നിഗമനം. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ബിനോയ്, എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിയും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെ കാര്യം പറയുന്നുണ്ട് ബിനോയ്. അതെ, മനുഷ്യാവകാശ കമ്മീഷൻ കൃത്യമായും ഒരു കേസ് എടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും നഗരസഭയ്ക്കെതിരെയും ഒപ്പം അതുപോലെ തന്നെ ഈ റെയിൽവേക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായും വീഴ്ച കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൂടി ഇറങ്ങിയതിനു ശേഷം ഒരു 30 മീറ്ററാണ് നമ്മളിപ്പോ 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ അത് ഒന്ന് പരിശോധിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുടർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു ഫ്ലഷിംഗ് പ്രോസസ്സിലേക്ക് പോകാമെന്നുള്ള ഡിസിഷനാണ് കളക്ടറുമായി ചേർന്നുകൊണ്ടെടുത്തത്. അപ്പോൾ ആ ഫ്ലഷിംഗ് പ്രോസസ്സ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവർ ഉടനെ തന്നെ ആരംഭിക്കും. നമ്മൾ പവർ ഹൗസ് റോഡിന്റെ അവിടെ നിന്ന് വീക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഫ്ലഷ് ചെയ്യുന്നത്. ആദ്യം ഡൗൺ സ്ട്രീമിലേക്കാണ് ചെയ്യുന്നത്. അതിൽ ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ മാത്രം അപ് സ്ട്രീമിലേക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ഉടൻ തന്നെ ആരംഭിക്കും. പവർ ഹൗസ് റോഡ്, അതെ അതെ, വെള്ളത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് കൊണ്ടുള്ള ഇല്ല ഇപ്പൊ അത് നിർമ്മിക്കുന്നില്ല. ഫ്ലഷ് ചെയ്യല്ലേ, നമ്മൾ ഇവിടെ നിന്ന് പരമാവധി വെള്ളം അങ്ങോട്ട് ഫ്ലഷ് ചെയ്ത് കളയാ ചെയ്യുന്നത്. തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബിനോയ്, എന്തായാലും മേയറുടെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫ്ലഷിംഗ് പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഈ ഭാഗത്ത് നിന്ന് വെള്ളം പരമാവധി കളയാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് മേയർ നൽകുന്ന വിശദാംശങ്ങൾ. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. വളരെ വേഗത്തിൽ ശക്തിയോടുകൂടി ഈ വെള്ളം ചീറ്റി കഴിഞ്ഞാൽ ഒരു പക്ഷേ കൃത്യമായ സമയം അവർ പറഞ്ഞിട്ടില്ല. എത്തിയാൽ ഉടനെ തന്നെ നമുക്ക് അവരുടെ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിനകത്ത് ഇവിടെ ഇറങ്ങിയതിനു ശേഷം ഒരു 30 മീറ്ററാണ് നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇനി തുടർന്ന് നമ്മുടെ പ്രവർത്തനം ഇനി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ ഒരു ഫ്ലഷിംഗ് പ്രോസസ്സ്, വെള്ളം കൂടുതൽ കടത്തി വിട്ടുകൊണ്ടുള്ള ഫ്ലഷിംഗ് പ്രോസസ്സാണ്. അത് ഡൗൺ സ്ട്രീമിലേക്കാണ് ആദ്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ പവർ ഹൗസ് റോഡിലേക്കാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ റിസൾട്ട് നോക്കിയതിന് ശേഷം മാത്രം മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ് സ്ട്രീമിലേക്ക് ഫ്ലഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ബിനോയ്, തുടരാം.
ഭദ്ര. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ജെറ്റ് പമ്പുകൾ ഇപ്പോൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഫ്ലഷിംഗ് പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം ഫ്ലഷിംഗ് പരിപാടികൾ ആരംഭിക്കും. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിൽ തടയണ സൃഷ്ടിച്ച ശേഷമാണ് ഫ്ലഷിംഗ് നടത്തുക. മാത്രമല്ല, ഈ കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘവും വൈകിട്ടോടെ ഏകദേശം 6 മണിയോട് കൂടി ഇവിടെ എത്തും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകർ ഈ പ്രദേശത്ത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിക്കും നോട്ടീസ് നൽകി 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വീണ്ടും ബിനോയിലേക്ക് പോവുകയാണ്. ബിനോയ്, നമുക്ക് എന്തായാലും ഈ ഫ്ലഷിംഗ് പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. പമ്പ് സെറ്റുകളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മേയർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ താഴെ ഭാഗത്തു നിന്നും അതിനുശേഷം പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ മുകൾ തട്ടിൽ നിന്നുമൊക്കെ പമ്പ് ചെയ്യും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം 2 ജെറ്റ് പമ്പുകൾ, അതായത് വളരെ ശക്തിയോടുകൂടി വെള്ളം വലിച്ചെടുക്കാനും അതുപോലെ തന്നെ വെള്ളം പുറത്തേക്ക് തള്ളാനും കഴിയുന്ന തരത്തിലുള്ള 2 വലിയ ജെറ്റ് പമ്പുകളാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. അത് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ സഹായത്തോടുകൂടി പമ്പുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴേക്കും ആമയിഴഞ്ചാം തോടിന്റെ ഒരു വശം അവസാനിക്കുന്ന KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും ഏകദേശം 30-40 മീറ്ററോളം മാറി ഉള്ളിലുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ ഫ്ലഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആദ്യഘട്ടത്തിൽ പരിശോധിക്കാം എന്ന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തെ മാൻഹോൾ വഴി അതിവേഗത്തിൽ വെള്ളം ഇപ്പോൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും വളരെ വേഗത്തിൽ വെള്ളം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്താണ് ഒരു പക്ഷേ അതിഭയങ്കരമായ ഒഴുക്കിൽ വേഗതയിൽ ഈ വെള്ളം പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആള് തടഞ്ഞിരിപ്പുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്നാണ് അഗ്നിശമന സേനാ വിഭാഗവും പറയുന്നത്. കാരണം വളരെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുന്നു. കാരണം സംഘമെത്തി, അതായത് പരിശോധന സംഘമെത്തി വിവരമറിഞ്ഞ് വളരെ വേഗത്തിലെത്തി ആ സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും സ്ഥലത്ത് എല്ലാം തന്നെ പരിശോധിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും എല്ലാ ഭാഗങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, ഇത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ ആള് തടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ വെള്ളം ചീറ്റി കഴിയുമ്പോഴേക്കും ആള് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും, പുറത്തേക്ക് ഒഴുക്കാൻ കഴിയും എന്ന് ഈ വെള്ളം എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അതായത് ഈ പരിശോധന സംഘത്തിനും ഒപ്പം രക്ഷാസംഘത്തിനും ഉള്ളത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേയർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ സഹായവും സേവനവും ലഭ്യമാക്കുന്ന നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രക്ഷാപ്രവർത്തന സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ ഇന്നലെ മുതൽ, അതായത് രക്ഷാപ്രവർത്തനം തുടങ്ങി 35 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ആ 35 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളം കണ്ടിട്ടുള്ള വെച്ച ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം. സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ടണലുകളിൽ ആരെയും കുരുങ്ങിയ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി വളരെ ശ്രദ്ധയോടുകൂടി ആളെ പുറത്തെടുക്കാനുള്ള തീവ്രമായ ഒരു പരിശ്രമം ഇപ്പോൾ അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അവർ മാത്രമല്ല, ഈ സ്കൂബ ഡൈവർമാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 ജില്ലകളിൽ നിന്നുള്ള കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം എന്നിങ്ങനെ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ എല്ലാം പങ്കെടുപ്പിച്ചുള്ള ഒരു രക്ഷാസംഘത്തിന് തന്നെ രൂപം നൽകി. ആ രക്ഷാസംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതിൽ പ്രഗത്ഭരായ മുങ്ങൽ വിദഗ്ധരുണ്ട്. അവരെല്ലാം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനം പുരോഗമിച്ചു വരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ചു വരികയാണ്. ശരി, വ്യക്തമാണ് ബിനോയ്. എന്തായാലും രക്ഷാദൗത്യം ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ജെറ്റ് പമ്പുകൾ എത്തിച്ച് ഇപ്പോൾ ഫ്ലഷിംഗ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു.
ഇവിടെ ജോയ് ഉണ്ടെങ്കിൽ അവിടെ മാലിന്യം മാറ്റിയ ശേഷം കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ദൗത്യ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം കൊച്ചിയിൽ നിന്നുള്ള നാവിക സംഘവും അല്പസമയത്തിനകം ഈ സ്ഥലത്ത് എത്തും. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായ സംഭവത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ച് രാജ്യസഭാ MP A റഹീം. റെയിൽവേയുടെ വീഴ്ചയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാലിന്യം നീക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാരെന്ന് VD സതീശൻ പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയം. സംസ്ഥാനത്ത് വിവിധ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു.